ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. സുഖാണോ? സുഖമാണോ? എങ്ങനെയാ പറയാ? എനിക്ക് സുഖമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് വേറൊരു വ്യഞ്ജനാക്ഷരം പഠിച്ചാലോ? നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതക്ഷരങ്ങളാണ്? വ്യഞ്ജനാക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അത് ചിഹ്നങ്ങൾ ചേർത്ത് എങ്ങനെ എഴുതാം, വാക്കുകൾ അല്ലേ, എങ്ങനെയാണ് അത് ചേർത്ത് ഉദാഹരണമായി വാക്കുകൾ എഴുതുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള വ്യഞ്ജനാക്ഷരം ഇതാണ്. ആ വ്യഞ്ജനാക്ഷരം കണ്ടോ? ഇതേതാണ് ഈ വ്യഞ്ജനാക്ഷരം? അറിയോ? കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഇതുപോലത്തെ ഒരു അക്ഷരം കണ്ടിട്ടുണ്ടോ? പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? പുസ്തകങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അക്ഷരം എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. ടീച്ചർ പറഞ്ഞു തരട്ടെ? ഓക്കെ. ഖ. എങ്ങനെയാണ് ഈ അക്ഷരം പറയുന്നത്? ഖ. ഒന്ന് പറഞ്ഞേ. ഖ. പറഞ്ഞേ. ഖ. കിട്ടിയോ? നമുക്കത് ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാം. ഉദാഹരണം വാക്കൊക്കെ പഠിക്കുമ്പോൾ അത് കിട്ടും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാം. അപ്പൊ ഇതെങ്ങനെ എഴുതുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം പഠിക്കാം. നോക്കാട്ടോ, ശ്രദ്ധിക്കുക. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നമ്മൾ ഭ എഴുതുന്ന പോലെ എഴുതുക. എന്നിട്ട് താഴേക്ക്, ഭ ഇവിടം വരെയല്ലേ വരുള്ളൂ, ഇത് താഴേക്ക് വന്നിട്ട് ല എഴുതുന്ന പോലെ എഴുതുക. കിട്ടിയോ? ഒന്നുകൂടെ നോക്കിയേ, ശ്രദ്ധിച്ചിരുന്നോ? ഇങ്ങനെ എഴുതുക. പായുടെ അത്രയും നമ്മൾ നീട്ടണ്ട, പായുടെ അത്രയും നമ്മൾ നീട്ടം വേണ്ട, ഇവിടെ വരെ. എന്നിട്ട് ഭ എഴുതുന്ന പോലെ എഴുതി നിർത്തരുത്, കുറച്ച് താഴേക്ക്. എന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ എഴുതാം. കണ്ടോ? ഇതാണ് ഖ. ഒന്നുകൂടെ എഴുതി നോക്കാം നമുക്ക്. ഇങ്ങനെ എഴുതുക, ഇവിടെ വരെ വന്ന് ഭ എഴുതുക, ഭ പോലെ എഴുതുക, ശേഷം താഴേക്ക് വന്നിട്ട് കണ്ടോ? ഇതാണ് ഖ. ഒന്നും കൂടെ എഴുതാം, ശ്രദ്ധിക്കുക. കണ്ടോ? ഇങ്ങനെയാണ് ഖ എഴുതുന്നത്. ഒന്നും കൂടെ നോക്കാം. കണ്ടോ? ഇങ്ങനെയാണ് ഖ എന്ന വ്യഞ്ജനാക്ഷരം നമ്മൾ എഴുതുന്നത്. ഖ എങ്ങനെ എഴുതുന്നത് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്ക് നമുക്ക് പഠിക്കാം. ഒരു വാക്ക് പഠിക്കാം. ഓക്കെ, ശ്രദ്ധയോടെ ഇരിക്കുക കേട്ടോ. ഖയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി ഇതുമായിട്ട് ഈ അക്ഷരം വരുന്ന ഒരു വാക്ക് നമുക്ക് പഠിക്കാം. ശ്രദ്ധിച്ചിരിക്കുക. ഖ ഉണ്ടോ? അപ്പൊ നമ്മൾ പഠിച്ച ഖ ഇതെന്താണ്? ട. ട എന്ന് വരുമ്പോ ടി അല്ലേ? ഖ ഡി. ഇതെന്താണ് അക്ഷരം? ക അല്ലേ? ക. ഇത് ഇങ്ങനെ വരുമ്പോ ആയുടെ ചിഹ്നം അല്ലേ? അപ്പൊ ഖ ട ഇ ടി ക ആ ക ഖ ഡി ക. ഇതേതാണ്? ര അല്ലേ? ര. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? അം അല്ലേ? അമ്മിന്റെ ചിഹ്നം. ര അം. അപ്പൊ എന്താ? രം. നീ ഇത് കൂട്ടി വായിച്ചേ. ഖ ട ഇ ഡി ക ആ ക ര അം. കൂട്ടി വായിക്കുമ്പോ ഖ ഡി ക രം. കൂട്ടി വായിച്ചേ. ഘടികാരം. എന്താണ്? ഘടികാരം. ഒന്ന് പറഞ്ഞേ, ഒന്ന് വായിച്ചു നോക്കിയേ. ഓരോന്ന് ആദ്യം തന്നെ നിങ്ങൾക്ക് വായിക്കാൻ അറിയാൻ പാടില്ലാതെ വരുമ്പോ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാം വായിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോന്നും
ചിഹ്നങ്ങൾ ചേർത്ത് അല്ലെ, ഇത് രണ്ടും രണ്ടായിട്ടാണ് കിടക്കുന്നത്. ട ഈയുടെ ചിഹ്നം, അപ്പൊ എന്ത് ചെയ്യണം? ടി അങ്ങനെ വായിക്കണം. ക ആ ക ര അം രം, എന്നിട്ട് ഇത് കൂട്ടി വായിക്കണം. ഖ ടി കാ രം. ഇനി ഒരുമിച്ച് വായിച്ചേ, ഘടികാരം. കണ്ട, ഇങ്ങനെയാണ് വായിക്കാൻ പഠിക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഘടികാരം, ഖ ഉപയോഗിച്ച് നമ്മൾ ഒരു വാക്ക് പഠിച്ചു. ഖയാണ് ആദ്യം പഠിച്ചത്, അത് ഉപയോഗിച്ച് നമ്മൾ ഒരു വാക്ക് പഠിച്ചു. അതാണ് ഘടികാരം. എന്താണ് ഈ ഘടികാരം അല്ലെ? എന്താണ് ഘടികാരം? നോക്കിയേ, ഇതാണ് ഘടികാരം. കണ്ട, ഇതാണ് ഘടികാരം. എന്താ ഇത്? ഈ ഘടികാരം കണ്ട, ഖ ഡി കാരം, ഘടികാരം. ഇതെന്താണെന്നൊന്ന് പറഞ്ഞേ. കണ്ടിട്ട് എന്താ തോന്നണേ? ഘടികാരം, ക്ലോക്ക് അല്ലേ? സമയം നോക്കുന്നത് അല്ലേ? നമ്മൾ സമയം നോക്കുന്നതിനെ പറയുന്നത് ക്ലോക്ക് എന്നാണ്. അതിന്റെ മലയാളം മറ്റൊരു വേർഡാണ് എന്ത്? ഘടികാരം. കിട്ടിയോ? കണ്ടാ, ഖ എന്ന അക്ഷരം, അത് ഉപയോഗിച്ച് വാക്ക് ഖ ഡി കാരം, ഘടികാരം. കണ്ടാ, ഘടികാരം, ക്ലോക്ക്. മനസ്സിലായോ? ഘടികാരം. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഖ ഉപയോഗിച്ച് ചിഹ്നങ്ങൾ ചേർത്ത് നമുക്ക് എഴുതാം അല്ലെ? ഖ ഉപയോഗിച്ച് ചിഹ്നങ്ങൾ ചേർത്ത് നമുക്ക് എഴുതാം. ചിഹ്നങ്ങൾ ചേർത്ത് എഴുതിയാലോ? ഓക്കെ, നോക്കാം. ഖ ഖ ഖി ഖി ഖു ഖു ഖൃ. എന്താണ്? ഖൃ. ഖേ ഖേ ഖൈ ഖോ ഖോ ഖൗ ഖം ഖ. കണ്ട, ഇതാണ് ഖ ചിഹ്നം ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നത്. നമ്മൾ ആദ്യം ഖ എന്ന അക്ഷരം പഠിച്ചു, വ്യഞ്ജനാക്ഷരം പഠിച്ചു, ശേഷം ഒരു വാക്ക് പഠിച്ചല്ലോ. ഏതാണ്? ഘടികാരം, ക്ലോക്ക് അല്ലെ? ഒരു വാക്ക് പഠിച്ചു. ശേഷം നമ്മൾ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാണ്. ഒന്ന് പറഞ്ഞു നോക്കി. ഖ ഖ ഖി ഖി ഖു ഖു ഖൃ ഖേ ഖേ ഖൈ ഖോ ഖോ ഖൗ ഖം ഖ. കണ്ടാ, ചിഹ്നങ്ങൾ ചേർത്ത് നമ്മൾ അക്ഷരം പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഖ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നതെന്നുള്ളത് ടീച്ചർ ഒന്നും കൂടെ എഴുതി കാണിച്ചു തരാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനെ എഴുതുക, ഇങ്ങനെ വന്ന് ഭ എഴുതുന്ന പോലെ എഴുതുക, ശേഷം താഴേക്ക്, പിന്നെ ഇങ്ങനെ. കണ്ട, ഇങ്ങനെയാണ് ഖ എഴുതുന്നത് കേട്ടാ. നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. കുറച്ച് ഇച്ചിരി പ്രയാസമാണ്, ശ്രദ്ധിച്ചിരുന്നാൽ കിട്ടും കേട്ടാ. ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം ടീച്ചർ.
ഇങ്ങനെ എഴുതുക. ഇങ്ങനെ വന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ കണ്ട, ഇങ്ങനെയാണ് ഖ എഴുതുന്നത്. ഒന്നുകൂടെ നോക്കിയേ. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ഇങ്ങനെ താഴേക്ക് ഇവിടെ വന്നിട്ട് കണ്ട ഖ. ഇങ്ങനെയാണ് ഖ എന്ന അക്ഷരം എഴുതുന്നത്. ശ്രദ്ധയോടെ ഇരിക്കുക. ക്ലാസ് 1-2 തവണ കാണുക. എന്നിട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് തീർത്തതിന് ശേഷം നിങ്ങൾ സ്വയം എഴുതാൻ തുടങ്ങുക. അപ്പം മാത്രമാണ് നിങ്ങൾക്ക് അക്ഷരം കൃത്യമായി എഴുതാൻ കിട്ടുള്ളൂ. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പോൾ ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ പറയുകയാണ്, നല്ല കഥാപുസ്തകങ്ങൾ ലൈബ്രറിയിലൊക്കെ ചെന്നിട്ട് ഒരുപാടൊന്നും വേണ്ട, ചെറുതാണെങ്കിലും ഒരു കുഞ്ഞി കഥാപുസ്തകമാണെങ്കിലും മതി, അല്ലെങ്കിൽ മലയാളം ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ കുഞ്ഞു കുഞ്ഞു ബുക്ക്ലെറ്റുകൾ പോലത്തെ അങ്ങനെ ചെറുത് കിട്ടും. ഒരുപാട് കഥകളുള്ളത് വേണ്ട. ലെറ്റേഴ്സ് ഒരല്പം വലുപ്പമുള്ള രീതിയിൽ, അത് കുറച്ച് കഥകളുള്ള പുസ്തകം ആവുമ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ ലെറ്റേഴ്സ് വലിയ രീതിയിലുള്ള സ്റ്റോറി ബുക്സ് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഗുണം എന്താണ്? ടീച്ചർ പഠിപ്പിച്ചതും നിങ്ങൾ പഠിച്ചതുമായിട്ടുള്ള അക്ഷരങ്ങൾ കുറച്ചും കൂടെ വലുതായിട്ട് കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്കത് വായിക്കാനും എളുപ്പമാണ്. ന്യൂസ് പേപ്പറിലൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞിതായിട്ടല്ലേ, അപ്പൊ നിങ്ങൾ അക്ഷരം പഠിച്ചു വരണേയല്ലേ ഉള്ളൂ. അപ്പൊ ഇച്ചിരി പ്രയാസമായിരിക്കും. ഇപ്പൊ കുറച്ച് കഥകളുള്ള പുസ്തകം ആവുമ്പോൾ, ഒരു 3, 4, 5 കഥയുള്ള സ്റ്റോറിയുള്ള ഒരു ബുക്ക് ആകുമ്പോൾ അതിൽ ലെറ്റേഴ്സ് കുറച്ചും കൂടെ വലുതായിരിക്കും. ഒരുപാട് പുസ്തകം വാങ്ങിച്ചു വെക്കുന്നതിനേക്കാൾ നല്ലത് വാങ്ങുന്നത് നല്ലതൊരെണ്ണം വാങ്ങുക. മനസ്സിലായോ? അപ്പൊ ലെറ്റേഴ്സ് വലുപ്പമുള്ളത് വാങ്ങാൻ നോക്കുക. അപ്പൊ നിങ്ങൾക്കത് വായിക്കാനും എളുപ്പമായിരിക്കും. ഓക്കെ, എല്ലാ ദിവസവും നിങ്ങൾ സ്കൂളിലെ കാര്യങ്ങൾ പഠിച്ചോളൂ. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഒരു 15 മിനിറ്റ് മലയാളം എഴുതാനും വായിക്കാനും ആയിട്ട് മാറ്റി വെക്കണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി, ശുഭദിനം, ബൈ.